നമസ്കാരം. കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പിടികൂടിയ മധുര സ്വദേശി ബെഞ്ചമിൻ അപകടകാരിയായ കൊടും ക്രിമിനലെന്ന് പോലീസ്. പ്രതിയെ പീഡനത്തിനിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി മോഷണ ശ്രമത്തിനിടയിലാണ് യുവതിയെ പീഡിപ്പിച്ചത്. ആദ്യമായിട്ടാണ് ബെഞ്ചമിൻ കേരളത്തിലെത്തുന്നതെന്നും ഇതിനു മുൻപ് തമിഴ്നാട്ടിൽ പല സ്ത്രീകളെയും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. അതിസാഹസികമായിട്ടാണ് 35-കാരനായ പ്രതിയെ പോലീസ് പിടികൂടിയത്. പീഡന ശ്രമത്തിന് ശേഷം ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് ബെഞ്ചമിൻ കടന്നത്. അവിടെ നിന്ന് മധുരയിലേക്ക് രക്ഷപ്പെട്ടു. മധുരയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയിരുന്നതായി ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞു. കേരളം തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇനിയും വരാൻ പദ്ധതി ഇട്ടിരുന്നതായും പ്രതിയുടെ വെളിപ്പെടുത്തലുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് എത്തിയതെന്ന് പ്രതി പറഞ്ഞു. ട്രക്ക് ഡ്രൈവറായ ഇയാൾ തമിഴ്നാട്ടിൽ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. തെരുവിൽ കഴിയുന്ന സ്ത്രീകളെയാണ് താൻ കൂടുതലും പീഡിപ്പിച്ചിട്ടുള്ളതെന്നും ബെഞ്ചമിൻ മൊഴിയിൽ പറയുന്നു. രാത്രി 2 മണിയോടെയാണ് കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ കയറി IT ജീവനക്കാരിയായ യുവതിയെ ബെഞ്ചമിൻ ഉപദ്രവിച്ചത്. ഹോസ്റ്റലിൽ CCTV ഇല്ലായിരുന്നു. ഹോസ്റ്റൽ പരിസരത്തെയും റോഡിലെയും CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഹോസ്റ്റലിലെ പീഡനത്തിന് മുൻപ് സമീപത്തെ 3 വീടുകളിൽ ഇയാൾ മോഷണ ശ്രമം നടത്തിയിരുന്നു. CCTVയിൽ വരാതിരിക്കാൻ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഹോസ്റ്റലിൽ ഇയാൾ കയറിയത്. ഒരു വീട്ടിൽ നിന്ന് തൊപ്പിയും മറ്റൊരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും പ്രതിയെടുത്തു. കേരള പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. പോലീസ് പിന്തുടർന്ന് അടുത്തെത്തിയപ്പോൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ബെഞ്ചമിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് സംഘം സാഹസികമായി പിന്നാലെ ഓടിയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്വന്തം ലോറിയിൽ ലോഡുമായി എത്തുന്നയാളാണ് പ്രതി. തോന്നക്കലിലുള്ള ഗാരേജിലേക്ക് സാധനങ്ങളുമായി വന്ന പ്രതി കഴക്കൂട്ടത്താണ് തങ്ങിയത്. റോഡരികിൽ ലോറി ഒതുക്കിയിട്ട് മദ്യപിച്ച ശേഷം സർവീസ് റോഡിന് സമീപത്തുകൂടി നടക്കുമ്പോഴാണ് ഹോസ്റ്റൽ മുറിയിൽ വെളിച്ചം കണ്ടത്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ എത്തി ഉറങ്ങിയായിരുന്ന പെൺകുട്ടിയെയാണ് ഇയാൾ മുറിയിൽ കയറി പീഡിപ്പിച്ചത്. യുവതി ഞെട്ടി ഉണർന്ന് ബഹളം വെച്ചപ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞിരുന്നു. പുലർച്ചെ വരെ പരിസരത്ത് തന്നെ കറങ്ങി നടന്നതിനു ശേഷമാണ് പ്രതി ആറ്റിങ്ങലിലേക്ക് കടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. സമീപത്തെ ATM കൗണ്ടറിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പ്രതിയുടെ ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ബെഞ്ചമിന്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. പ്രതിയെ ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തും. ഇയാൾ ഓടിച്ചിരുന്ന ട്രക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വെളുപ്പിന് 2 മണിയോടുകൂടിയാണ് കഴക്കൂട്ടത്ത് യുവതി താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ കയറി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ പ്രതി ഉറങ്ങിക്കിടന്ന യുവതിയെ കടന്നു പിടിച്ച് വാപൊത്തി കഴുത്ത് ഞെരിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിളിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു ആക്രമണം. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ യുവതി കഴക്കൂട്ടം പോലീസിലെത്തി പരാതി നൽകി. ഹോസ്റ്റലിൽ CCTV ക്യാമറ ഇല്ലാത്തതിനാൽ പ്രതിയെപ്പറ്റി ഒരു വിവരവും പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. തുടർന്ന് പ്രത്യേക സംഘം രൂപവൽക്കരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ P. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടം, തുമ്പ, പേരൂർക്കട സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർ, സിറ്റി ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിന് ശേഷം ട്രക്കുമായി ഇയാൾ നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് പോലീസ് പിടികൂടുന്നത്. സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. സംഭവം നടന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാനായത് പോലീസിനും വലിയ ആശ്വാസമായി.